പൊതുപരിപാടികൾക്കോ സിനിമ പ്രമോഷനെയോ എത്തുന്ന സെലിബ്രിറ്റികൾക്ക് നേരെ ആളുകൾ മോശം പെരുമാറ്റമുണ്ടാക്കുന്നത് അടുത്തിടെയായി സ്ഥിരം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. സാനിയ അയ്യപ്പൻ അടക്കമുള്ള താരങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുക, തോളിൽ കൈയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സിനിമ പ്രമോഷൻ എത്തിയ നവ്യ നായർക്കും സമാനമായ അനുഭവം ഉണ്ടായി. പാതിരാത്രി സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും കോഴിക്കോട് എത്തിയത്. പ്രമോഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയായി പോവുകയായിരുന്നു നവ്യയും സൗബിൻ ഷാഹിറും. ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ താരങ്ങൾക്കൊപ്പം 8ഓളം ബൗൺസർമാരും പ്രമോഷനായി ഉണ്ടായിരുന്നു. അതിനിടയിലൂടെയാണ് ഒരാൾ കൈനീട്ടി നവ്യയുടെ ശരീരത്തിൽ സ്പർശിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട സൗബിൻ ഉടൻ നവ്യയുടെ അടുത്തേക്ക് എത്തി കൈ വരുന്നത് തടഞ്ഞു. നവ്യ തന്നെ അനുവാദമില്ലാതെ സ്പർശിച്ചയാളെ തുറച്ചു നോക്കുന്നതും വീഡിയോയിൽ കാണാം. ശേഷം നടന്നു നീങ്ങുകയാണ് ചെയ്തത്. പ്രതികരിക്കാൻ നിൽക്കാതെ തുറച്ചു നോക്കിയ ശേഷം നവ്യ നടന്നുപോയി. വീഡിയോ വൈറലായതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ആളുകൾ എത്തി. തുറച്ചു നോക്കാൻ മാത്രം പോരായിരുന്നോ, നടി കൃത്യമായി പ്രതികരിക്കണമായിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. സൗബിൻ ഉടനടി നവ്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത് നല്ലൊരു ഗസ്റ്ററായിരുന്നു. തൻ്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ ആര് തൊട്ടാലും ഏത് സ്ത്രീ ദേഷ്യപ്പെടും. നവ്യയുടെ ആ ദേഷ്യമാണ് ആ നോട്ടത്തിൽ പ്രതിഫലിച്ചത്. ഒരാളുടെ ശരീരത്തിൽ തൊടാൻ പെർമിഷൻ വേണമെന്ന ബേസിക് കാര്യം എന്നാണ് ആളുകൾ പഠിക്കുക. നവ്യ ആയതുകൊണ്ട് കേരളം കത്തിയില്ല. പല ഓൺലൈൻ യൂട്യൂബ് സെലിബ്രിറ്റികളുമായിരുന്നേൽ എന്തൊക്കെ പുകിലാവുമായിരുന്നു. ഇത്രയും ബൗൺസർമാർ ഉണ്ടായിട്ടും നവ്യയ്ക്ക് ഇത്തരം അനുഭവം ഉണ്ടായല്ലോ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ. അതിനിടയിൽ ചിലർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ അന്ന് അവകാശപ്പെട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹാനെ കൊടുക്കാൻ കൈനീട്ടിയതാണ്, പക്ഷേ നവ്യ കണ്ടില്ല, അതുകൊണ്ട് തട്ടി വിളിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്. മറ്റു ചിലർ നവ്യയുടെ ശരീരത്തിൽ സ്പർശിച്ചത് ഒരു ചെറിയ കുട്ടിയാണെന്നും അല്ലാതെ ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നുവെന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ചിലർ നവ്യയെ വിമർശിച്ചും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു സങ്കടകരമായ കാര്യം. നവ്യ മഞ്ജു വാര്യരാകാൻ ശ്രമിക്കുന്നു, ഇവർ ഫീൽ ഔട്ടായ നടിയല്ലേ എന്നിങ്ങനെയാണ് അത്തരത്തിൽ ചിലർ കുറിച്ച കമൻറ്റുകൾ. ബാഡ് ടച്ച് ഫീൽ ചെയ്തപ്പോൾ ദേഷ്യത്തോടെ നവ്യ നോക്കിയ രംഗം ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് നടി വിമർശിച്ചെത്തിയത്. കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് വരുമ്പോൾ ഞാൻ ഇത് പറയാറുമുണ്ട്. കോഴിക്കോട്ടെ ഭക്ഷണം, കോഴിക്കോട്ടെ മനുഷ്യർ, വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി, ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലബാർ റീജിയനിൽ ഉള്ളവർക്ക് ഒരു പടം ഇഷ്ടമായാൽ പിന്നെ ആ പടം സക്സസ് ആയിരിക്കുമെന്നാണ് പറയാറ്. ദൈവത്തിൻ്റെ മുന്നിൽ നിവേദ്യം കൊണ്ടുവയ്ക്കുന്നത് പോലെ ഈ സിനിമ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളുടെ ഓപ്ഷനാണ് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ കഷ്ടപ്പാടാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് നവ്യ നായർ കോഴിക്കോട് ചടങ്ങിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.